ഹലോ, വെൽക്കം ബാക്ക് ടു കറി ലീവ്സ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്ലം കേക്ക് ആണ്. ക്രിസ്മസ് ഒക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്യേണ്ട, വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ പ്ലം കേക്ക് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഹോം ബേക്കേഴ്സ് ഒരുപാടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഹോം ബേക്കേഴ്സിനൊക്കെ ക്രിസ്മസിന് പ്ലം കേക്ക് ഉണ്ടാക്കാനും കൂടെ എളുപ്പത്തിലുള്ള ഒരു റെസിപ്പിയാണ്. ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്യാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന റെസിപ്പി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓളിൽ തന്നെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പൊ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് റെഡിയാക്കാം. അപ്പൊ കറുത്ത മുന്തിരി, അതായത് കുരു ഇല്ലാത്ത കറുത്ത മുന്തിരി വാങ്ങിക്കാൻ കിട്ടും. അതാണ് നമ്മൾ പ്ലം കേക്കിൽ കൂടുതലായിട്ടും ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പൊ കുറച്ചു നേരം വെള്ളത്തിലിട്ടതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കുക. ഇപ്പൊ മുന്തിരിയൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ നമ്മൾ എടുക്കേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് നമ്മൾ നട്ട്സ് എടുക്കുന്നുണ്ട്, കാഷ്യൂ നട്ട്, പിന്നെ ടൂട്ടി ഫ്രൂട്ടിയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പൊ ഇതല്ലാതെ നമുക്ക് ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചേർക്കാം. അങ്ങനെ റിച്ച് പ്ലം കേക്ക് ആയിട്ടും ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെല്ലാവർക്കും കിട്ടുന്ന സാധനങ്ങളാണ്. കാഷ്യൂ നട്ടും അതുപോലെ ഈ കറുത്ത മുന്തിരി, ബ്ലാക്ക് റൈസിൻസ് ആണെങ്കിലും, പിന്നെ ടൂട്ടി ഫ്രൂട്ടി പപ്പായയാണ്. അപ്പൊ അതിൽ കളർ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന, അതിനെ പ്രോസസ് ചെയ്ത് ചെയ്യുന്നതാണ് ടൂട്ടി ഫ്രൂട്ടി. അപ്പൊ നമുക്കത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനും പറ്റും, അല്ലെങ്കിൽ ഇതെല്ലാ ബേക്കറിയിലും കിട്ടുന്നതാണ്. അപ്പൊ ഇത്രയും സാധനങ്ങൾ വെച്ചാണ് നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സാധാരണ ട്രഡീഷണൽ ആയിട്ട് പ്ലം കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അത് റമ്മിൽ സോക്ക് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അത് കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. അതായത് നമ്മളൊരു 6 months എങ്കിലും, അല്ലെങ്കിൽ 1 year ഒക്കെയാണ് സാധാരണ ചെയ്യുന്നത്, അല്ലെങ്കിൽ മിനിമം ഒരു 6 months എങ്കിലൊക്കെ സോക്ക് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നന്നാവുക. അപ്പൊ അത് എല്ലാവർക്കും അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് ഇങ്ങനെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം, ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്കൊരു പ്ലം കേക്ക് ഉണ്ടാക്കുക എങ്ങനെയാന്നുള്ളതിന്റെ റെസിപ്പിയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഡേറ്റ്സ്, ഫിഗ്, ബദാം അതുപോലെയുള്ള എല്ലാം നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനി ഇതിനെ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ എടുത്ത എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ നമ്മൾ കുറച്ച് മൈദയും കൂടെ അതിൽ ഡസ്റ്റ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഇപ്പൊ കാഷ്യൂ നട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പ്ലം കേക്ക് ഒക്കെ കഴിക്കുമ്പോൾ അതിൽ ചെറിയ പീസായിട്ടല്ലേ ഉണ്ടാവുക, ഫുൾ ആയിട്ട് ഇടാറില്ല. അപ്പൊ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഡേറ്റ്സ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതും കട്ട് ചെയ്തെടുക്കുക. ബദാം ആണെങ്കിൽ അത് കട്ട് ചെയ്തെടുക്കുക. അപ്പൊ ഇതിലിപ്പോ റൈസിൻസ് ഒന്നും നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ടൂട്ടി ഫ്രൂട്ടിയും ചെറുതാണ്, കുഴപ്പമില്ല. അപ്പോൾ കാഷ്യൂ നട്ട് മാത്രം നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിടക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒട്ടിപ്പിടിച്ചൊക്കെ കിടക്കാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഡേറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ടൊക്കെ കട്ട രൂപത്തിലാവും. അപ്പൊ അങ്ങനെ അല്ലാതെ നമുക്ക് ഇതെല്ലാം ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിടക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് എല്ലാം കറുത്ത മുന്തിരി ആണെങ്കിൽ ഒരു പിടി എടുത്തിട്ടുണ്ട്. കാഷ്യൂ നട്ട് ഒരു പിടി തന്നെ എടുത്തിട്ടില്ല. മുന്തിരിയാണ് എപ്പോഴും കൂടുതൽ വേണ്ടത് പ്ലം കേക്കിൽ. പിന്നെ ടൂട്ടി ഫ്രൂട്ടി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു പിടി എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. നമുക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണോ ടേസ്റ്റ് അതിനനുസരിച്ച് എത്ര വേണമെങ്കിലും എടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്തു വെക്കാനുള്ളതെന്ന് വെച്ചാൽ ഷുഗർ കാരമലൈസ് ചെയ്യലാണ്. അപ്പൊ ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായപ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര, അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ഈ പ്ലം കേക്കിന് ഒരു 1/4 കപ്പ് പഞ്ചസാര ആവശ്യമുള്ളൂ. അപ്പൊ അത്രയും ഞാൻ എടുത്തിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ ചൂടായി വരുമ്പോഴത്തേക്കും അത് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അതൊന്ന് നന്നായിട്ട് മെൽറ്റ് ആയി നല്ല ബ്രൗൺ കളറായിട്ട് പതഞ്ഞ് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പൊ ഈ 1/4 കപ്പ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ മെഷറിംഗ് കപ്പ് ഒന്നും യൂസ് ചെയ്യേണ്ട. വീട്ടിലെല്ലാവർക്കും മെഷറിംഗ് കപ്പ് ഒന്നും ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ നിങ്ങൾ വീട്ടിൽ ചായ കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ഗ്ലാസ് ഉണ്ടല്ലോ, അതിലൊരു 1/4 ഗ്ലാസ്സിന് പഞ്ചസാര എടുത്താൽ മതി. ആ ഒരു അളവിന് തന്നെയാണ് ചെയ്യേണ്ടത്. ഇതിന്റെ ഇപ്പൊ ഇത് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചു നേരം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ പഞ്ചസാര കംപ്ലീറ്റ് മെൽറ്റ് ആയിട്ട് അതിൽ നിന്ന് പതഞ്ഞ് വരാൻ തുടങ്ങും. നല്ല ബ്രൗൺ കളറായിട്ട് നല്ല പത പോലെ വരാൻ തുടങ്ങും. അപ്പോൾ അത് വന്നതിന് ശേഷം നമ്മൾ എത്ര നമ്മൾ പഞ്ചസാര എടുത്തോ അത്ര തന്നെ വെള്ളം ഒഴിക്കുക.
അപ്പൊ ഞാനെടുത്ത ഗ്ലാസ്സിന് 1/4 ഗ്ലാസ് ഞാൻ എടുത്തു. അത്രയും 1/4 ഗ്ലാസ് തന്നെ വെള്ളം എടുത്ത് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇപ്പൊ ഈ ഭയങ്കരമായിട്ട് പതഞ്ഞു പോകുന്ന സമയത്ത് വെള്ളം ഒഴിക്കുമ്പോൾ അത് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും സൂക്ഷിച്ച് വേണം അത് ചെയ്യാൻ. അപ്പൊ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഗ്യാസ് ഓഫ് ചെയ്ത് കുറച്ച് വിട്ട് നിന്നതിന് ശേഷം വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇല്ലെങ്കിൽ അത് മുഖത്തേക്കൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിനുശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്നുകൂടെ ഇളക്കി ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒഴിച്ചു നോക്കുമ്പോഴത്തേക്കും വെള്ളം പോലെ ആയിരിക്കരുത്, ഇത്തിരി തിക്കായിട്ടിരിക്കണം. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ സ്പൂൺ വെച്ച് ഇങ്ങനെ ഒഴിച്ചു നോക്കുമ്പോൾ ആ തുള്ളി വീഴുന്നത് കുറച്ചൊരു തിക്നെസ് ആയിട്ടാണ് വരുന്നെങ്കിൽ, ഒരു ഭയങ്കരമായിട്ട് നൂലാവരുത്, കുറച്ചുകൂടെ ഒരു തിക്നെസ് ആയിട്ട് വരുന്നെങ്കിൽ ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ തണുത്തതിന് ശേഷമാണ് നമ്മൾ കേക്കിലേക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഇത് കട്ടിയായിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ചൂടാക്കുക, ഒന്നൊന്ന് ചൂടാക്കിയിട്ട് അതൊന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഇത്തിരി വെള്ളം കൂടെ ചേർത്തെടുക്കുക. അപ്പൊ നമ്മൾ കറക്റ്റ് സമയത്ത് ഓഫ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കട്ടിയാവില്ല. അപ്പൊ ഇപ്പൊ കണ്ടോ, വെള്ളം ഇങ്ങനെ ഇറ്റി വീഴുമ്പോഴത്തേക്കും അത് ഇത്തിരി തിക്നെസ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ കപ്പിന് 1 കപ്പാണ് മൈദ എടുത്തത്. ഇതിപ്പോ മെഷറിംഗ് കപ്പാണ്, നിങ്ങൾ അങ്ങനെ എടുക്കേണ്ട. നിങ്ങളൊരു ഗ്ലാസ് ആണ് എടുക്കുന്നതെങ്കിൽ ആ ഗ്ലാസ്സിന് 1 ഗ്ലാസ് മൈദ എടുക്കുക. അപ്പൊ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുക്കുക. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ടീസ്പൂണിന് 1/2 ടീസ്പൂൺ എടുത്താൽ മതി. അങ്ങനെ അതുപോലെ ഉപ്പ്, 1 നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അതുപോലെ ബേക്കിംഗ് സോഡയല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, ബേക്കിംഗ് പൗഡർ ആണ്. അപ്പൊ അതായിരിക്കും മാറിപ്പോകരുത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് അരിച്ചെടുക്കണം. അതിന്റെ കൂടെ നമുക്ക് ഒരു സാധനം കൂടെ ആഡ് ചെയ്യാനുണ്ട്, അതായത് ഗ്രാമ്പൂവും കറുകപ്പട്ടയും കൂടെ, സിനമൺ സ്റ്റിക്കും ക്ലവും കൂടെ പൊടിച്ചത് ഇതിലേക്ക് ഇടണം. ഇപ്പൊ ഞാൻ പൊടിച്ചത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടില്ല, കുറച്ചാണ് ഞാൻ എടുത്ത് പൊടിച്ചത്. അപ്പൊ നിങ്ങൾ പൊടിക്കുമ്പോൾ കുറച്ച് തോനെടുത്ത് പൊടിക്കുകയാണെങ്കിൽ നന്നായിട്ട് നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പൊ അതും കൂടെ ഇതിന്റെ കൂടെ ഒന്ന് അരിച്ചെടുക്കുക. അത് ഒരു 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ എടുക്കാം. ഇനി അതവിടെ മാറ്റി വെക്കാം. ഇനി ബട്ടർ എടുക്കണം വേറൊരു പാത്രത്തിൽ. അതിന് 50 ഗ്രാം ബട്ടറാണ് ഞാൻ എടുത്തത്. അതായത് നമ്മൾ വാങ്ങിച്ച 100 ഗ്രാമിന്റെ പാക്കറ്റാണ് ഞാൻ മേടിച്ചത്. അപ്പൊ അതിന്റെ നേർ പകുതി എടുത്തു. അല്ലാതെ നിങ്ങൾ മെഷർ ചെയ്യാനായിട്ട് വെയിങ് മെഷീനോ ഒന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അപ്പൊ ഇതിന്റെ നേർ പകുതി എടുത്താൽ 50 ഗ്രാം ആയിരിക്കും. അപ്പൊ അത്രയും ബട്ടർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നത്. പ്ലം കേക്കിന് ഒരുപാട് മധുരം ആവശ്യമില്ല, അതുകൊണ്ട് 1/4 കപ്പിന്റെ ആവശ്യമേ ഉള്ളൂ. അതൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് രണ്ടും കൂടെ ബീറ്റ് ചെയ്യണം. അപ്പൊ ഇത് ഹാൻഡ് മിക്സർ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഹാൻഡ് മിക്സർ ഇല്ലാത്തവരൊന്ന് മിക്സിയിൽ ചെയ്ത് നോക്കുക. ഹാൻഡ് മിക്സർ കൊണ്ട് ചെയ്യുന്ന അത്ര പെർഫെക്ഷൻ ഉണ്ടാവില്ലായിരിക്കും, എന്നാലും നിങ്ങൾക്ക് വീട്ടിലൊക്കെ ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്ത് നോക്കുന്നതിൽ കുഴപ്പമില്ല. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ആക്കിയതിന് ശേഷം ഇതിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പൊ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത്തിരി വാനില എസൻസ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതായത് മുട്ടയുടെ ആ ഒരു ടേസ്റ്റ് കൂടുതൽ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേക്കിൽ. അപ്പോൾ ഏകദേശം വാനില എസൻസിന്റെ ആ കുപ്പിയുടെ അടപ്പിനൊരു അടപ്പെടുത്താൽ മതി, മെഷറിംഗ് സ്പൂണും ഒന്നിന്റെ ആവശ്യമില്ല. അപ്പോൾ ഒരു അടപ്പ് വാനില എസൻസ് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പിന്നെ ഹാൻഡ് മിക്സർ വെച്ച് ചെയ്യേണ്ട, നമ്മൾ മൈദ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പാച്ചുല മാത്രം മതി. അപ്പോൾ സ്പാച്ചുല ഇല്ലെങ്കിൽ കുഴപ്പമില്ല, വീട്ടിലുള്ള തടിത്തവിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി, മിക്സ് ചെയ്താൽ മതി. അപ്പോൾ മിക്സിയിൽ ചെയ്യുന്നവരാണെങ്കിലും ഇനി മിക്സിയിൽ നിന്ന് ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഇതുപോലെ മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ ഫോൾഡ് ആൻഡ് കട്ട് മെത്തേഡിൽ ചെയ്യാം. അങ്ങനെ കറക്കിയിട്ട് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് സാധാരണ കേക്കിന്റെ ബാറ്ററൊക്കെ മിക്സ് ചെയ്യുന്നത്. അപ്പൊ ഈ മൈദ കംപ്ലീറ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ മൈദ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു 2-3 ബാച്ചായിട്ട് മിക്സ് ചെയ്യുക, ഒറ്റയടിക്ക് ചെയ്യാതെ 2-3 ബാച്ചായിട്ട് മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ നന്നായിട്ട് മിക്സ് ആയി കിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പൊ എപ്പോഴും ഇതിന്റെ ഈ ഒരു ബാറ്ററി ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. നല്ല ലൂസായി പോയാൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ താഴെ വന്ന് അടിഞ്ഞുകൂടും. അപ്പൊ നമ്മളെ പ്ലം കേക്ക് എല്ലാം ഈ ഡ്രൈ ഫ്രൂട്ട്സ് താഴെ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഈ ഒരു കട്ടിയായിരിക്കണം ആ മാവിന് ഉണ്ടാവേണ്ടത്. അപ്പൊ അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക, ഭയങ്കര ലൂസായി പോവാതെ. അപ്പൊ നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. അപ്പൊ ഞാനിപ്പോ മിക്സ് ചെയ്ത് വെച്ച് അത്രയും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഷുഗർ കാരമലൈസ് ചെയ്ത് വെച്ചിരുന്നു, അതും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പൊ അത് ആഡ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഒരുമിച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്, ലൂസായി പോവാത്ത രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. അത് കുറഞ്ഞു പോകാനും പാടില്ല, കാരണം നമ്മുടെ പ്ലം കേക്കിന്റെ കളർ കുറഞ്ഞു പോകും. അപ്പൊ പ്ലം കേക്കിന് ഇത്തിരി കുറച്ച് ഡാർക്ക് കളർ വേണമല്ലോ, അപ്പൊ ആ കളറിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. പക്ഷെ ബാറ്ററിന് അത്ര കളർ ഉണ്ടാവില്ല, അത് ബേക്ക് ചെയ്ത് വരുമ്പോൾ കളർ ആയിക്കോളും.
അപ്പോൾ നമ്മൾ കാരമലൈസ് ചെയ്യുന്ന സമയത്ത് ആ കറക്റ്റ് ബ്രൗൺ കളർ ആവുമ്പോൾ നിർത്തിയാൽ മതി. അപ്പോൾ നമുക്ക് ആ കളർ തന്നെ കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഓക്കെ ആണ്. അപ്പോൾ ഈ ഒരു കളറിൽ നമുക്കിത് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പ്ലം കേക്കിന്റെ കളർ തന്നെ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ബേക്കിംഗ് ട്രേ റെഡിയാക്കാം ഈ ബാറ്റർ ഒഴിക്കാനുള്ള. അപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു ബേക്കിംഗ് ട്രേ ആണ്. അപ്പൊ ഇതിൽ നന്നായിട്ട് ബട്ടർ എല്ലായിടത്തും ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ട്രേ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഡയറക്റ്റ് ബേക്കിംഗ് ട്രേസ് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ വാങ്ങിച്ചാലും മതി, അല്ലെങ്കിൽ വീട്ടിൽ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും പാത്രം മതി, അതിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഗ്രീസ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ ഇതിന്റെ അടിയിൽ വെച്ച് ഒന്ന് നന്നായിട്ട് അതിൽ ഒന്നും കൂടെ ബട്ടർ ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ സൈഡിലും 4 സൈഡിലും ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. നമ്മൾ 4 സൈഡിലും വെച്ചിട്ടില്ലെങ്കിൽ ആ ഒരു കേക്കിന്റെ സൈഡിനൊന്നും ഒരു ഫിനിഷിങ് കിട്ടില്ല. അപ്പൊ റൗണ്ട് ആണെങ്കിലും അതിൽ റൗണ്ട് ആയിട്ട് നമ്മൾ ബട്ടർ പേപ്പർ സൈഡിൽ വെച്ച് കൊടുക്കുക. നമ്മൾ ഡയറക്റ്റ് ബേക്കിംഗ് ട്രേസ് വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ ബട്ടർ പേപ്പർ ഒന്നും വേണ്ട, ഡയറക്റ്റ് ബാറ്റർ ഒഴിച്ചിട്ട് തന്നെ നമുക്ക് ബേക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം അതിലും ഒന്നും കൂടെ ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്യുക, എന്നിട്ടാണ് ബാറ്റർ നമ്മൾ അതിലോട്ട് ഒഴിക്കേണ്ടത്. അപ്പൊ ഓവൻ ഇല്ലാത്തവരാണെങ്കിൽ ഒരു നോൺ സ്റ്റിക്കിന്റെ വലിയ പാത്രമോ അല്ലെങ്കിൽ അലുമിനിയത്തിന്റെ കുറച്ച് വട്ടത്തിലുള്ള പാത്രമോ എന്തെങ്കിലും, അല്ലെങ്കിൽ പ്രഷർ കുക്കറോ ഏതെങ്കിലും എടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുക. അതായത് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുറഞ്ഞ തീയിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ബാറ്ററി ഇതൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഓവനിലേക്ക് വെക്കുന്നതിന് പകരമായിട്ട് അതിനകത്ത് വെച്ച് അടച്ചു വെക്കുക. അപ്പോൾ എത്ര ഒരു അരമണിക്കൂറിന് ശേഷം ഒന്ന് നോക്കാം. അപ്പം ആയിട്ടില്ലെങ്കിൽ പിന്നെ കുറച്ച് സമയം കൂടെ എടുത്തിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഓവനിലാണ് വെക്കുന്നത്. ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനാണ്. അപ്പൊ ഞാൻ അതിലൊരു 160 ഡിഗ്രിയിൽ ഒരു ഏകദേശം 45 to 50 മിനിറ്റ്സ് എനിക്ക് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾ നോക്കുക. അപ്പോൾ പാത്രത്തിന്റെ സൈസിനൊക്കെ അനുസരിച്ച് കേക്ക് തിക്നെസ് കുറവാണെങ്കിൽ അത്ര സമയം എടുക്കില്ല. അപ്പോൾ അതൊന്ന് സമയം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങളെ ഓവൻ്റെയൊക്കെ ടൈം അനുസരിച്ച്, ഓവൻ്റെയൊക്കെ ചൂട് എങ്ങനെയാണോ അതിനനുസരിച്ച് നോക്കുക. അതുപോലെ നമ്മൾ ബാറ്റർ ഒഴിച്ചതിന് ശേഷം മുകളിൽ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് നന്നായിട്ടൊന്ന് 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്യുക, എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട്. എന്നിട്ട് നമുക്ക് ഓവനകത്തോട്ട് വെക്കാം. അപ്പൊ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ ബേക്കിംഗ് മോഡ് തന്നെ ഇടുക. അതായത് താഴത്തെ കോയിൽ മാത്രം ഓണാക്കി ഇട്ടിരുന്നാൽ മതി. അപ്പൊ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് മുകളിലൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ എനിക്കിപ്പോൾ ഇത് 45 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ കറക്റ്റ് വേവ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിനെ ഓവൻ നമുക്ക് പുറത്തോട്ട് എടുക്കാം. വെന്തോ നോക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ബാർബിക്യൂ സ്റ്റിക്കോ എന്തെങ്കിലും ഉപയോഗിച്ച് ടൂത്ത് പിക്കോ വല്ലതും വെച്ച് ഒന്ന് കുത്തി നോക്കിയിരുന്നാൽ മതി. അപ്പൊ അതിൽ സ്റ്റിക്കായി വരുന്നില്ലെങ്കിൽ അത് വെന്തിട്ടുണ്ട്. ഇപ്പൊ ഇത് സ്റ്റിക്കായിട്ടൊന്നുമില്ല. അപ്പൊ ഇത് കറക്റ്റ് വേവ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതൊന്ന് തണുക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം കട്ട് ചെയ്യാം. ഇപ്പൊ നമ്മുടെ കേക്ക് തണുത്തിട്ടുണ്ട്. ഈ പാനിൽ നിന്ന് ഇതിനെ മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പൊ ബട്ടർ പേപ്പർ മാറ്റുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സൈഡൊക്കെ നല്ല നീറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് കേക്കിന്റെ. അപ്പൊ ബട്ടർ പേപ്പർ വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇതുപോലെ നീറ്റായിട്ട് നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സൈഡിലൊക്കെ വെക്കുന്നത്. ഇനി ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഇത് കട്ട് ചെയ്തപ്പോൾ കണ്ടോ, ഇതിനകത്ത് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ എല്ലാ ഭാഗത്തും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ക്രിസ്മസിന് ആരും കേക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് പ്ലം കേക്ക് ഉണ്ടാക്കാതിരിക്കരുത്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഒരുപാട് ദിവസത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്ത് വെക്കൊന്നും വേണ്ട. ആൽക്കഹോളിക് കണ്ടന്റ് ഒന്നും ഇല്ലാത്ത ഒരു കേക്കാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നിർബന്ധമായിട്ടൊന്ന് അറിയിക്കുക. നിങ്ങൾക്ക് ഇതുപോലെ വേറെ ഏതെങ്കിലും കേക്കിന്റെ റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. അതിന്റെ റെസിപ്പി ഞാൻ ചെയ്യുന്നതാണ്, അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് തോന്നുമെങ്കിൽ എന്തായാലും ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ബൈ, താങ്ക് യു.